നമസ്കാരം. ഞാൻ ഡോക്ടർ ജോൻ ഫെലിസിറ്റ സാംസൺ, ഡോക്ടർ സോമറോൾ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് കാരക്കോണത്തിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു, ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മുഖക്കുരുവിനെ പറ്റിയാണ്. എല്ലാ കൗമാരപ്രായക്കാർക്കും വരുന്ന ഒരു കോമൺ കാര്യമാണ് ഈ മുഖക്കുരു. പക്ഷേ അത് പല രീതിയിലുണ്ട്. എപ്പോഴാണ് അത് കൂടുതൽ ചികിത്സിക്കേണ്ടത്, എപ്പോൾ അത് ടെസ്റ്റുകൾ ചെയ്തു നോക്കണം, പ്രശ്നക്കാരനാണോ എന്നുള്ളതെല്ലാം എപ്പം മനസ്സിലാക്കാം എന്നുള്ളതിന് വേണ്ടിയുള്ളൊരു ചെറിയൊരു വിവരണം തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചുരുക്കം കൊച്ചു പിള്ളേർക്ക് ജനിക്കുമ്പം തന്നെ മുഖക്കുരു കാണാറുണ്ട്. അതിനെ നമ്മൾ നിയോനേറ്റൽ ആക്നി, ജനിച്ച ഉടനെയുള്ള മുഖക്കുരു. അത് നമ്മൾ വലുതായി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അമ്മയുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ബോഡിയിൽ നിന്ന് അമ്മയുടെ ഹോർമോൺ ഒരു മാസം 3 മാസത്തിനകം മെറ്റബിളൈസ് ചെയ്ത് അതങ്ങ് ബോഡിയിൽ നിന്ന് പുറത്തു പോകും. അതോടെ ഈ മുഖക്കുരുവും തനിയെ കുറഞ്ഞു പോകും. അല്ല വേണമെന്നുണ്ടെങ്കിൽ ക്ലിൻഡാമൈസിൻ പോലത്തെ ജെല്ല് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് അഡോളസെൻ്റ് ആക്നി. പണ്ട് അത് ഒരു 15 വയസ്സ് ആ പ്രായത്തിന് മുകളിലാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ മാറിയ സാഹചര്യങ്ങൾ കാരണം നമ്മളതൊരു 10-11 വയസ്സ് മുതൽ തന്നെ മുഖക്കുരു കണ്ടു തുടങ്ങുന്നുണ്ട്. അത് ഏതൊരു കൗമാരക്കാരനെയും അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മുഖക്കുരു. മുഖക്കുരു പല സ്റ്റേജസ് ഉണ്ട്. അതായത് ആദ്യം നമ്മളെല്ലാവരും നിങ്ങൾക്കെല്ലാവരും പറയുന്ന പോലത്തെ കൊമിഡോണൽ ആക്നി, അതാണ് ഈ നാട്ടിൽ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് എന്നൊക്കെ പറയുന്ന സാധനം. ബ്ലാക്ക് കൊമിഡോ വൈറ്റ് കൊമിഡോ എന്ന് പറയും. അതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത് ചെറിയ പരുക്കൾ പോലെ കുരു പോലെ വരുന്നത് പാപ്യൂൾ എന്ന് പറയും, നമ്മൾ പാപ്പുലാർ ആക്നി എന്ന് പറയും. മൂന്നാമത് പസ്റ്റുലാർ ആക്നി, പഴുത്ത ഉള്ള കുരു. നാലാമത് നോഡുലാർ ആക്നി, നല്ല കാര്യമായിട്ടുള്ള പഴുപ്പും ഡീപ്പായിട്ടുള്ള മുഖക്കുരു. അത് നിർബന്ധം ഉള്ള ഗുളിക എടുത്ത് തന്നെ ചികിത്സിക്കണം, അല്ലെങ്കിൽ കാര്യമായി മുഖത്ത് സ്കാറ് വരാൻ സാധ്യതയുള്ളതാണ് ഈ നോഡുലാർ ആക്നി. പിന്നെ നോഡുലോസിസ്റ്റിക് ആക്നി എന്ന് പറയുന്ന ഒരു വേരിയൻറ്റും ഉണ്ട്. ഇതിൽ ഈ കൊമിഡോണൽ ആക്നി ആദ്യത്തെ ഇതിന് നമുക്ക് മൈൽഡ് എക്സ്ഫോളിയേറ്റിംഗ്, സ്കിന്ന് ലൈറ്റായിട്ടൊന്ന് മാറ്റിക്കൊടുക്കുന്ന സാധനങ്ങളും ഫേഷ്യൽ ക്ലെൻസേഴ്സും ഒക്കെ ഓയിലി സ്കിൻ ക്ലെൻസേഴ്സൊക്കെ ഉപയോഗിച്ച് നോക്കി അതിൻ്റെ കൂടെ ലൈറ്റായിട്ട് ബെൻസോയിൽ പെറോക്സൈഡ് അങ്ങനത്തെ ചെറിയ റെറ്റിനോയിക് ആസിഡ് എന്നുള്ള നൈറ്റിലൊക്കെ ഇടുന്ന ക്രീമുകളുണ്ട്, അത് ഉപയോഗിക്കാം. ഇനി പാപ്യൂൾസ്, പിന്നെ പസ്റ്റ്യൂൾസ്, ആ ഒരു സ്റ്റേജ് ആണെങ്കിൽ, അതായത് ചുമന്ന് പഴുത്ത കുരുക്കൾ കുറച്ചേ ഉള്ളെങ്കിൽ ഇതുപോലെ നമുക്ക് ഓയിലി സ്കിൻ ക്ലെൻസേഴ്സ് ഉപയോഗിക്കുകയും അത് കഴിഞ്ഞിട്ട് ആക്നിക്ക് മുഖക്കുരുവിനുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, അത് കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. ഇതിനെല്ലാം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം അത്യാവശ്യമാണ്, ഡെർമറ്റോളജിസ്റ്റിൻ്റെ നിർദ്ദേശം അത്യാവശ്യമാണ്. പിന്നെ കുരുക്കളുടെ രീതി കണ്ട് നമുക്ക് ജെല്ലുകൾ ഉപയോഗിക്കാവുന്നതാണ്, മുഖക്കുരുവിനുള്ള ജെല്ലുകൾ ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകൾ എടുക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖക്കുരുവിനുള്ള മരുന്നുകൾ 1 ആഴ്ച 2 ആഴ്ചയല്ല 3 തൊട്ട് 4 ആഴ്ച എടുക്കേണ്ടി വരും. പിന്നെയുള്ളത് നോഡുലോസിസ്റ്റിക് ആക്നി, അതിന് ഐസോട്രറ്റിനോയിൻ പോലത്തെ വലിയ മരുന്നുകൾ എടുക്കണം. അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കേണ്ടതാണ്. ഐസോട്രറ്റിനോയിൻ പോലത്തെ മരുന്നുകൾ എടുക്കുമ്പോൾ ഗർഭിണിയാകാൻ പാടില്ല. അതുകൊണ്ട് ഗർഭിണിയാവാൻ സാധ്യതയുള്ള സ്ത്രീകളും അത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇനി ഒരു ഇതുണ്ട്, നമ്മൾ പെരിമെനോപോസൽ, ഒരു 40-45 വയസ്സിനപ്പുറമുള്ള സ്ത്രീകളിൽ കാണുന്ന ഒരു മുഖക്കുരു ഉണ്ട്. അതും അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഏറ്റവും നമ്മുടെ മുഖക്കുരുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കറക്റ്റ് സമയം കറക്റ്റായിട്ട് ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള സമയ അളവ് ചികിത്സ എടുത്താൽ നമുക്ക് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോളായിട്ടുള്ള ഒരു സ്കാറും ഇല്ലാത്ത മുഖം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. താങ്ക് യു.